ഇതൊരു മിമിക്രി ആയിരുന്നു ഇന്ന് പമ്പയിൽ കാണിച്ചത്. 623 പേർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. 4000 പേർ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് പോലും പിന്നോട്ട് പോകുന്നതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്തിയല്ല, ഇതൊരു മിമിക്രിയാണ് കാണിച്ചത്. ഇത് പരാജയപ്പെട്ടു പോയി. കപടഭക്തനെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്, കട്ടപ്പണം കൊണ്ടാണ് സംഗമം നടത്തുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ കുറച്ചൊക്കെ ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണോ? എന്തുകൊണ്ടാണ് അത്തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത്? ഇന്ന് പ്രതിപക്ഷത്തിന് വളരെ വിജയകരമായ സംഗമം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന സർക്കാരിന്റെ അവകാശവാദം നിലനിൽക്കുമ്പോൾ അതിലുള്ള അതൃപ്തി കൊണ്ടാണോ? സർക്കാരിന്റെ പരിശ്രമങ്ങളിൽ ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാവർക്കും അറിയാം. ഇവർക്ക് ഭക്തിയില്ല, വിശ്വാസമില്ല, ആചാരങ്ങളോട് ആദരവുമില്ല. അതവർ പ്രകടിപ്പിച്ചതാണ്. സമീപകാലത്താണ് ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ളൊരു ഗൂഢാലോചന എന്ന വിധത്തിൽ സർക്കാരിൻ്റെയും CPM-ൻ്റെയും സമീപനങ്ങളെ ലോകം വീക്ഷിച്ചത്. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ആചാര ലംഘനത്തിനെ പ്രോത്സാഹിപ്പിച്ച് സർക്കാർ അനാവശ്യമായ ധൃതിയും മുൻകൈയും എടുത്ത് അവിടെ നടത്തുന്ന ഈ കോപ്രായങ്ങളെയൊക്കെ ശക്തമായി എതിർത്തതാണ്. അന്നെല്ലാം ആചാരങ്ങളല്ല വലുത്, പൗരൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോവുകയും ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് അത് ലംഘിച്ചുകൊണ്ട് അത് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുത്ത് ആചാരങ്ങൾ ലംഘിക്കാം, അതിലൊരു കുഴപ്പവുമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ നവോത്ഥാന ജാഥകൾ സംഘടിപ്പിക്കുകയും വനിതാ മതിലുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആചാരങ്ങൾ നിലനിൽക്കണം എന്നാഗ്രഹിച്ച് നാമജപഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മേൽ കേസുകൾ ചുമത്തുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആചാരത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ഉദ്ധരിച്ച ഈ ഉപനിഷത്തിലെയും അല്ലെങ്കിൽ ഭഗവത്ഗീതയിലേക്ക് വരികൾ, ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞ തത്വമസി, ഇതെല്ലാം ഇവർ ഇപ്പോഴാണ് കാണുന്നത്. ഇതുവരെ ഇവരാരും ഇത് കണ്ടിട്ടില്ല, ഇതിന് വില കൽപ്പിച്ചിട്ടില്ല. ഇവർ ഭക്തിയെ നിഷേധിച്ചവരാണ്, ഭക്തന്മാരെ അവഗണിച്ചവരാണ്. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഭക്തി ഇല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണിവർ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡാസ് ക്യാപിറ്റലുമൊക്കെ മതത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന യഥാർത്ഥ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട്, ഒരു പുനർജന്മമുണ്ട്, അവിടെ ഒരു സ്വർഗമുണ്ടെന്ന് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞതാണ് ഡാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചെയ്തത്. അതിൽ നിന്ന് പിണറായി വിജയൻ എന്നാണ് പിൻവാങ്ങിയത്? ഈ മതത്തെയും മതനേതാക്കന്മാരെയും മതസംഘടനകളെയും എന്തിന് ശബരിമല തന്ത്രിയെപ്പോലും വിരട്ടുകയും ആക്ഷേപിക്കുകയും ചെയ്ത പിണറായി വിജയൻ മലക്കം മറിഞ്ഞിരിക്കുന്നു. അത് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF കാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്നുള്ളത്. അങ്ങ് ഇപ്പോൾ പറയുന്നു തിരുത്തി എന്ന്. നിയമസഭാ രേഖകൾക്കപ്പുറത്ത് ആധികാരികമായി അങ്ങേക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന രേഖ എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റ് പകരമായി മറ്റൊരു അഫിഡവിറ്റ് VS-ന്റെ കാലത്ത് കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ എന്റെ കയ്യിലെടുത്ത് കാണിക്കാനില്ല, കാണിച്ചു തരാം. ഇവിടെ അതല്ല പ്രശ്നം. അല്ല, ഈ നിയമസഭയിൽ തന്നെ അങ്ങ് അതല്ല പ്രശ്നം എന്ന് പറയുമ്പോ ഈ ചർച്ചയുടെ ഭാഗമായി അങ്ങ് പറഞ്ഞൊരു കാര്യമാണ്. ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് തെറ്റാണ്, നിയമസഭയിൽ അദ്ദേഹം അവകാശ ലംഘനമാണ് നടത്തിയത് എന്ന് കോൺഗ്രസിന് പറഞ്ഞു പോകാനാണെങ്കിൽ പറഞ്ഞു പോകൂ. അങ്ങനെയല്ല, ഇവരൊരു പുതിയ അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ആ അഫിഡവിറ്റ് യുവതി പ്രവേശത്തെ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണല്ലോ അതിനെ എതിർത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റാണല്ലോ പത്മകുമാർ രാജിവെച്ച് പുറത്ത് പോകേണ്ടി വന്നത്. ആ സാഹചര്യം CPM-നകത്തുണ്ടാക്കിയ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളുടെ എല്ലാം പേരിലാണല്ലോ ഇവർക്ക് ഇപ്പോൾ മലക്കം മറിയേണ്ടി വന്നത്. ഇതൊരു മിമിക്രി ആയിരുന്നു ഇന്ന് പമ്പയിൽ കാണിച്ചത്. 623 പേർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. 4000 പേർ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് പോലും പിന്നോട്ട് പോകുന്നതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്തിയല്ല, ഇതൊരു മിമിക്രിയാണ് കാണിച്ചത്. അങ്ങ് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരികയും ചെയ്യാം.